കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൽ 18-ാമത്തെ തിരുവചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അച്ഛനൊരു വീട്ടിൽ ഭവന സന്ദർശനത്തിന് ചെന്നു. രോഗികളാണ് ആ ഭവനത്തിലുള്ളവരൊക്കെ. അതും 1 മില്യൺ ആളുകളിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്നൊരു രോഗം, ഒരു വൈറസ്, അത് നട്ടെല്ലിൽ ബാധിക്കുകയാണ്. അങ്ങനെ നട്ടെല്ല് മുതൽ ഒരു തളരുന്നൊരവസ്ഥ. ഈ അമ്മയുടെ ജീവിതത്തിൽ അതിനേക്കാളും വലിയൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, സംസാരിക്കാനും കണ്ണ് കാണാനും ചെവി കേൾക്കാനും കഴിയാത്ത ഒരു മകളും, പിന്നെ ജീവിത പങ്കാളിക്കും രോഗം. അങ്ങനെ ആ വീട്ടിൽ രോഗികളുടെ ഒരവസ്ഥയാണ്. ഒരുപാട് സങ്കടം, വേദനയും. പക്ഷെ ഒരിക്കൽ പോലും ഒരു സങ്കടത്തിൻ്റെയും വേദനയുടെ ഒരു വാക്കുപോലും അവർ പറയുന്നില്ല. വളരെ ശാന്തമായ സ്വരത്തിൽ പ്രത്യാശയാർന്നൊരു ജീവിതം അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളോട് പെരുമാറുന്നത്. വേദനയോ പരിഭവമോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല. സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ ദൈവം തന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു കുടുംബം, ജീവിത പങ്കാളിയും ഭർത്താവും ഭാര്യയും, അവർ തന്നെ ഈ കുഞ്ഞിനെയും നോക്കേണ്ട ഒരവസ്ഥ. വലിയ മകളായി. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം, ഈ സങ്കീർത്തന പുസ്തകത്തിലെ ഈ 34-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ മനമുരുകിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് ആ കുടുംബത്തിൽ, ആ വ്യക്തികളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവർക്കതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നത്. ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് അനുഭവത്തെയും മാധുര്യമുള്ളതായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. മറിയം എത്ര മാധുര്യത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. ആരെയും ശപിക്കാൻ പോയില്ല. ആരെയും ഈ ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി അടിക്കുന്ന ഈ പടയാളികളെ എതിർക്കാനോ ധിക്കരിക്കാനോ ഈ അമ്മ പോയില്ല എന്നുള്ളതാണ്. സ്വന്തം മകനെ കൺമുമ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ടും അതിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്നുള്ള വലിയൊരു രഹസ്യം തിരിച്ചറിഞ്ഞൊരു സാധാരണ ഒരു അമ്മയാണ് മറിയം. അപ്പം ഈ മനമുരുകുന്ന അവസ്ഥയിലും കർത്താവ് കൂടെ ഉണ്ടായാൽ അതെല്ലാം കൃപകളായി മാറുന്നുള്ളതാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില രക്ഷകൾ അനുഭവം വരുന്നത് സഹനത്തിൻ്റെ തീച്ചുള്ളിലൂടെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വരുന്ന ചില സഹന നിമിഷങ്ങളെ നാം കർത്താവിനെ സ്വന്തമാക്കിയാൽ അവിടെയെല്ലാം നമുക്കത് മാധുര്യമുള്ളതായി നമുക്ക് തോന്നും. മറ്റുള്ളവർക്കത് കയ്പായാലും. അതുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ വേദനിക്കുന്ന നിമിഷങ്ങളെ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾക്ക് ദൈവത്തിനോട് കൂടെ ചേർത്ത് വെച്ച് മാധുര്യമുള്ളതാക്കി മാറ്റുവാനും രക്ഷയുള്ളതാക്കി മാറ്റുവാനും ഈ നിമിഷം നമുക്കതിന് കൃപയ്ക്കായി ചോദിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾ കടന്നു പോകുന്ന വേദനകളിലേക്ക് കർത്താവ് കടന്നു വന്ന് കയ്പ് നീരുകളൊക്കെ എല്ലാം കർത്താവിനോട് ചേർത്ത് വെച്ച് അതൊരു രക്ഷയുടെ അനുഭവമായി മാറ്റുവാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ മാറിലെ ദിവ്യയാഗം പുനരർപ്പണം ചെയ്യുമീ പീഠത്തിൽ. കുരിശിന്റെ മാറിലെ ദിവ്യയാഗം പുനരർപ്പണം ചെയ്യുമീ പീഠത്തിൽ. അണിചേരും ദൈവദൂതരൊന്നായി ആത്മസാഫല്യമാ ഈ അർച്ചന. അണിചേരും ദൈവദൂതരൊന്നായി ആത്മസാഫല്യമാ ഈ അർച്ചന. ഉയരുമീ അൾത്താര തന്നിൽ ഉയരേകാൻ നാഥൻ തിരുഭോജ്യമാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.